മഹിയേട്ടാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിർത്തടി നിന്റെ അഭിനയം. എന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് അവളുടെ ഒരു സുഖാന്വേഷണം. ദേ, നിന്റെ കള്ളത്തരമൊന്നും ഇവിടെ വേണ്ട. ഇവളെ ഇനി ഈ വീട്ടിൽ നിർത്തരുത്. ഇവിടുന്ന് ഇറക്കി വിടണം. വെറുതെ ഇറക്കി വിട്ട പോരാ, പിടിച്ചേ പോലീസിനെ ഏൽപ്പിക്കണം. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ആശുപത്രി വെച്ച് തന്നെ നിന്നെ പോലീസ് പിടിച്ച് ഏൽപ്പിച്ചേനെ. അജിത്തേട്ടന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാ ഇപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് നീ വിഷം കൊടുത്ത കാര്യം അറിഞ്ഞിട്ടേ നിന്നെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേന്നാ അജിത്തേട്ടൻ വിളിച്ചപ്പോ ചോദിച്ചത്. അവിടുന്ന് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അജിത്തേട്ടൻ എപ്പോഴേ ഇങ്ങോട്ട് വന്നേനെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആന്റിക്ക് കൊടുത്ത ജ്യൂസില് എങ്ങനെയാ വിഷം കലർന്നെന്ന് എനിക്കറിയില്ല. വിഷം എന്തായാലും ആരും ചേർക്കാതെ അതിന്റെ ഉള്ളിലേക്ക് വരില്ലല്ലോ. നീ ഉണ്ടാക്കിയ ജ്യൂസ് നീ തന്നെ കൊണ്ടുകൊടുത്തു. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നീ അല്ലാതെ പിന്നെ ആരാ വിഷം ചേർക്കുന്നത്? അടുക്കളയിൽ സീമ ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൂടി സംശയിക്കായിരുന്നു. പക്ഷെ സീമ ഇല്ലായിരുന്നല്ലോ, അവൾ ലീവായിരുന്നില്ലേ? അതെ. ദേ, നീ എന്തിനാണ് അമ്മയെ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്കറിയണം. അത് പറയാതെ നിന്നെ ഇവിടെ നിന്ന് വിടുമെന്ന് നീ കരുതണ്ട. അതിത്ര അറിയാൻ എന്തിരിക്കുന്നു? അമ്മ മരിച്ചാ പിന്നെ ഇവളല്ലേ കൈലാസം വീട്ടിലെ രാജ്ഞി. മഹിയേട്ടന്റെ ഭാര്യക്കല്ലേ സർവ്വ അധികാരവും. അതിനു വേണ്ടി തന്നെയാവും അമ്മയെ ഇല്ലാതാക്കാൻ നോക്കിയത്. ഞാൻ മനസ്സിൽ പോലെ ആലോചിക്കാത്ത കാര്യങ്ങള് ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. അമ്മയ്ക്ക് ശേഷം എന്നെയും രാഹുലിനെയും മഹിയേട്ടനെയും നീ ഇല്ലാതാക്കൂ. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? വീട്ടിലുള്ളവരെ തെളിവില്ലാതെ കൊന്ന് സ്വത്ത് സ്വന്തമാക്കുന്ന ആളുകളുള്ള കാലമാ ഇത്. ദേ, നീ അത്തരത്തിലുള്ള സൈക്കോ ആണെന്ന് ആർക്കറിയാം? മഹിയേട്ടാ, ഇവളെ ഒന്നും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കരുത്. ഇറക്കി വിട്ട് കഥ കടക്കിയാ വേണ്ടത്. ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗംഗ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇത് ചെയ്തത് ഗംഗയാണോ അതോ ഗംഗയെ പ്രതിയാക്കാൻ മറ്റാരെങ്കിലും തന്ത്രപൂർവ്വം ചെയ്തതാണോ എന്ന് അറിയണം. അത് ഞാൻ കണ്ടുപിടിക്കും. ഇത് ചെയ്തത് ആരാണെങ്കിലും അവർക്ക് ഈ വീട്ടിൽ പിന്നെ സ്ഥാനം ഉണ്ടാവില്ല. അത് ഗംഗയാണെങ്കിലും മറ്റാരായാലും ആ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല.